ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം രാവിലെ പള്ളാത്തുരുത്തിക്കൊന്ന് വന്ന നല്ല മഴയായിരുന്നു. അപ്പം നമ്മുടെ വള്ളത്തെ നിറയെ വെള്ളം, ആ വെള്ളമെല്ലാം ഒന്ന് കോരി മാറ്റണം. അപ്പം നമ്മുടെ സഹോദരന് കൂടൊക്കെ പൊക്കി വെച്ചും പയ്യെ വന്നത്. ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ നടക്കുന്ന സ്ഥലങ്ങൾ. പള്ളത്തി കാര് പള്ളത്തിയായിരുന്നു. ഇല്ല, അത് കൂരി, അത് ആ വലിയ കൂരിയെല്ലാം പേർക്ക് എടുത്തിട്ട് ആ സിരക്കുഞ്ഞെല്ലാം വെളിയിൽ കളയുക. അതിനകത്തോട്ട് പെറുക്കിടുന്ന കൂരിയാണ് ചട്ടത്തലയും കൂരി. ചട്ടത്തലയും കൂരി എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റുള്ള സാധനം. മുട്ടയില്ലല്ലടാ ഒന്നിനും. എല്ലാം മുട്ടയുടെ ടൈം കഴിഞ്ഞ്. സാധാരണ ഒരു ഫെബ്രുവരി പകുതി തൊട്ട് ഒരു മെയ് പകുതി വരെയാണ് ഈ ചട്ടിത്തലയും കൂരിയുടെ സീസൺ. നമ്മുടെ ഒരു കൂടിൻ്റെ അകത്ത് നിന്നൊക്കെ പറഞ്ഞാൽ തിങ്ങിയായിരിക്കും, കൂട് പൊക്കാൻ മേലാത്ത രീതിയിലായിരിക്കും കയറുന്നത്. നമ്മുടെ സഹോദരൻ 5-6 കൂടുണ്ട്. അവൻ ആ കൂട് വെച്ച മീനായിരുന്നു. അതിൻ്റെ അകത്ത് നല്ല സൂപ്പർ പൂളാനും കിടപ്പുണ്ട്. ഇത് പൂളാന്, ഇത് പൂളാൻ, ഇത് രണ്ടും പൂളാനാണ്. അത് പൂളാൻ. അവിടെ കോഴിക്കാർ ഇപ്പോൾ ഉണ്ടോ? നമ്മുടെ ഈ കൂരി ഐറ്റത്തിൽ മഞ്ഞക്കൂരിയുണ്ട്, ചട്ടിത്തലയും കൂരിയുണ്ട്, പ്രാണൻ ചില്ലാനുണ്ട്. അതും കൂരിയായിട്ട് അത് കാണിച്ചു തരാം. ഇതാണ് പ്രാണൻ ചില്ലാൻ. കണ്ട, ഇത് പ്രാണൻ ചില്ലാനെന്ന് പറയും. നല്ല ടേസ്റ്റാണ് പ്രാണൻ ചില്ല. ഇത് വാളയ്ക്ക് ചൂണ്ടയിടാൻ ബെസ്റ്റ് സാധനമായത്. ഈ വാളയ്ക്ക് ചൂണ്ടയിടാനെന്ന് ഉദ്ദേശിക്കുന്നതിനാ പറയാ, നമ്മൾ തീറ്റ് കോർത്തുണ്ടോ വേടാ. മേളിൽ ഒരു ചില്ലാനോടെ കിടപ്പുണ്ട് കയ്യക്കുളല്. അപ്പം ഇത് നമ്മൾ വാളയ്ക്ക് വേണ്ടി ഇത് കോർത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ടാലേ ഇത് ഉടനെ ചാകത്തില്ല. അതായത് തീറ്റി ഉടനെ ചത്തുപോകത്തില്ല. അതാണ് നമ്മൾ ഈ പ്രാണൻ ചില്ലാൻ അടിപൊളിയെന്ന് പറഞ്ഞത്. പിന്നെ നമുക്കുള്ളത് ഇത് കണ്ട്, ഇത് ചട്ടിത്തലയും കൂടി. നല്ല ബെസ്റ്റ് സാധനം കേട്ടോ. മുളക് അരച്ച് വെക്കാനും പിന്നെ ഉണക്കാനും അടിപൊളി സാധനമാണ്. റോഡപ്പ് വേണം. എടാ നേടാ, ഇതിൻ്റെ ഇങ്ങേറ്റൻ്റെ വലിയ 2 കൂരിയും സിലോപ്പി അല്ല 2 കൂരി കിടക്കുന്നു. ഇടട്ടെ അങ്ങോട്ട്. ഇത് വലുതാ. നമ്മുടെ ഒരു മഴ പെയ്യപ്പോൾ ഇന്നലെയും വന്ന് ഞാൻ കോരിയച്ചും പെയ്ത ഒറ്റ മഴയ്ക്ക് നമ്മുടെ വള്ളത്തിലെ വെള്ളം കണ്ട. നമ്മൾ ഈ വള്ളം പണിതിറക്കിയോണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചൻ ഉൾപ്പെടെ നമ്മുടെ വള്ളം മുങ്ങിപ്പോകും. നേരത്തെ പൊട്ടലൊക്കെ ഉള്ള കാരണമേ നമുക്ക് ഇത്രയും വെള്ളം ചേരുമ്പം തന്നെ വള്ളം മുങ്ങി ഇഞ്ചനുമായിട്ട് താഴെ പോകും. ഇതിപ്പം ഇന്നലെയും കോരിയത് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം എന്തും മഴയാണെന്നു. അത് കൂടാതെ ഈ വെള്ളമെല്ലാം കോരിയിട്ട് വേണം നമ്മളും വള്ളത്തിൽ കോരാൻ പോകും കേട്ടോ. വള്ളത്തിൽ കോരാൻ പോയി ഒരു 5 കിലോ പള്ളത്തിൽ നമുക്ക് കിട്ടുക. നമുക്ക് നമ്മുടെ കയ്യിൽ 500 രൂപ ഇരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ വള്ളത്തിൽ കോരാൻ ഞാനിപ്പം പോയി 2 കമ്പൊക്കെ വെട്ടി 2 വലയൊക്കെ റെഡിയാക്കിക്കൊണ്ട് വന്നു. നമുക്ക് അക്കരെ പോകണം. അപ്പോൾ ഇപ്പോൾ അക്കരയ്ക്ക് വെക്കണ്ടേ, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. നമ്മളെ മാറ്റി ഹൗസ് ബോട്ടെല്ലാം വട്ടം കിടക്കുക. എങ്ങനെ കയറിപ്പോകുന്ന ഒരു പ്ലാനും ഇല്ല.
നടക്കട്ടെ. கோரிட்டுண்டே பள்ளத்தி பள்ளத்தி பள்ளத்தினா அவங்க இப்ப மலையாளத்துல சொல்றாங்க. வானதி அங்க பாரு அதையா மழை நேரத்துல പിന്നെ വള്ളത്തിൽ വന്നിട്ടില്ല. വെള്ളം ഈ അഴുക്ക് വെള്ളം ആയതുകൊണ്ടായിരിക്കും അല്ലേ അച്ഛാ? സിലോപ്പി കുഞ്ഞാണ്. അയ്യോ പള്ളത്തി ഇതിന്റെ സീസൺ ഇപ്പം കഴിഞ്ഞ്. പള്ളത്തി അപ്പുറത്ത് ഉണ്ട്, അപ്പുറത്ത് കണ്ടുണ്ട്. അതെ ആണ്. അപ്പുറം എങ്ങനെ ഉണ്ടോ കോരി? പള്ളത്തി ഉണ്ടോ? ആണോ? പക്ഷെ ഒരു ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ട നല്ല തിരക്കായിരുന്നു. ഇന്നലെ അല്ല മിനിഞ്ഞാന്ന്. അല്ല അപ്പുറം പോയ പരിപാടി നടക്കുക. മറ്റേ മാറത്തില്ല, അവിടെ തന്നെ. നമ്മളേ ഇവിടെ തിരക്കില്ല. അപ്പുറത്തെ മോട്ടോർ വരാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഒരുപാട് പേരുണ്ട് കോരാൻ. അപ്പം നമ്മൾ തിരക്കില്ലാത്ത കാരണം ഇവിടുന്ന് ഒരു 5 കിലോ എങ്ങനെയെങ്കിലും പിടിക്കാമെന്ന് വെച്ചായിരുന്നു. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇത്ര സാധനമേ ഉള്ളൂ. ഇത് നോക്കിയാണ്ടോ ഈ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ മോട്ടോർ വരയിലേക്ക് പോവുക. നല്ല മഴയുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ തോടാണ്. ഈ തോട്ടിൽ നിന്ന് കലക്ക വെള്ളം, ഈ കരവെള്ളം ചാടി വരുന്നതുകൊണ്ടാണ് ഈ മോട്ടോർ വരയ്ക്ക് മീൻ വരാത്തത്. നേരെ മറിച്ച് നമ്മളിപ്പോൾ അടുത്ത തറയിലേക്ക് പോകുമ്പോൾ തറ ആറ്റ് സൈഡിലുള്ള തറയാണ്. അപ്പോൾ ആറ്റിലാകുമ്പോൾ നല്ല വെള്ളമാണ്, നല്ല കിഴക്കൻ വെള്ളം വന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അവിടെയാണ് കൂടുതൽ പള്ളത്തി അടുക്കുന്നത്. ഇന്ന് നമ്മളിത് ഇങ്ങനെ ഇറങ്ങി ഈ പാലത്തിൻ്റെ അപ്പുറം പോകും. എങ്ങനെയുണ്ട് കോരിയിട്ട്? എങ്ങനെയുണ്ട്? ഇല്ലേ ഇല്ലേ അടുക്കുന്നില്ലേ? അവനിപ്പോ കൊണ്ടുപോയി കൂട് പൊക്കിട്ട്
പള്ളത്തി, മഞ്ഞപ്പള്ളത്തി കേട്ടോ. ഇതാണ് നമ്മളെ ഈ മലപ്പുറംകാരാന്ന് തോന്നുന്നു. എൻ്റെ ഒക്കെ ചോദിച്ചത് ഈ മഞ്ഞപ്പള്ളത്തി അങ്ങനെയാണ് ഒരുപാട് കിട്ടുമോ. നമ്മളെ ഈ സാധനത്തൊക്കെ കിട്ടത്തുള്ളു. എന്നാ കറണ്ട് പോയിട്ട് പറഞ്ഞാണ് ശല്യക്കാർ കൂടും. നാളെ കൂടി ഇതേ ചാക്ക് മൊത്തം പൊട്ടിക്കുന്നുണ്ട്. ആ അവൻ്റെ കൂട് വലിയ മീൻ പിടിച്ചാൽ പോരായിരുന്നു. ഈ വെള്ളത്തിൽ അങ്ങനെ പോയി ഇറങ്ങിക്കണത് പിടിക്കാനാണ്. അങ്ങനെ വെച്ചിട്ട് 2 വള്ളത്തിൽ കിട്ടി വെച്ചേട്ടാ. പോര് കൊച്ചേട്ടാ. പോരണ ആ പോര്. വെള്ളം അടിച്ച് ആ അതെ അതെ. എൻ്റെ മോളെ കട്ടത്തിലാക്കിയ വേലായതിനാണോ പോണ ഹെൽമെറ്റും വെച്ചോണ്ട്? ആണോ ലൂണയാണോ? എനിക്ക് കുറുവപ്പാളം തന്നെ നല്ലത്. പേരണ ആദി. നിന്റെ പാത്രം ഏതാ? നീ മീൻ പിടിക്കാൻ കൊണ്ടുവന്ന പാത്രം ഏതാ? നിന്റെ പാത്രം മീൻ കിട്ടിയ അതാണോ നിന്റെ പാത്രം? അതെ, സൈഡിൽ നിന്ന് മാറിയുന്നു. സൈഡിൽ നിന്ന് അങ്ങോട്ട് മാറിയുന്നു കേട്ടാ. ഹായ്. റൗണ്ടും വീശിയിട്ട് ചിലക്കുഞ്ഞുള്ള അല്ലേ? അല്ല നിങ്ങൾ വീശാൻ വന്നാ ചൂണ്ടിടാൻ വന്നാ? ചേട്ടാ അവിടെ പോണ്? ചൂണ്ടിടാൻ വന്നാണ് അതോ വീശാനാ? മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടി ആണോ? ആ കാണും. നമ്മള് ഓരെന്താ ഇപ്പം കോരിയിട്ട് നോക്കിയ ഒരു വലിയ ചവറ് കൂട്ടിക്കൂട്ടിയിട്ട് പിടിച്ച് വലിയ കൊമ്പനെ പിടിക്കുന്ന ആളാ ഇവിടെ മഞ്ഞപ്പള്ളത്തിൽ പിടിക്കുക. ഈ കൂരിക്കുനെ കാലെ കൊണ്ടാലേ